വടകരയിൽ മത്സരിക്കില്ല എന്നുറപ്പിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും പുതിയ സാഹചര്യത്തിൽ മത്സരിക്കണമെന്ന നേതാക്കളുടെയും RMPയുടെയും ആവശ്യം തള്ളി. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിലും KV തോമസിന് മികച്ച പ്രതിഫലം ലഭിക്കും. അതെന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല. CPM സ്ഥാനാർത്ഥി വന്നതോടെ തോമസിന് വിജയിക്കാൻ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന അവസ്ഥയായെന്നും അതുകൊണ്ടാണ് റിസ്ക് എടുക്കേണ്ട എന്ന് തീരുമാനിച്ചതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. M. ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തുടർച്ചയായ ചർച്ചകളുടെ ദിവസങ്ങളാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് വിമാനത്തിൽ വച്ചുള്ള ചർച്ച. ഒപ്പം ഡൽഹിയിലെത്തിയതിനു ശേഷം വിവിധ വീടുകളും കേരള ഹൌസുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള മാരത്തോൺ ചർച്ചകൾ. സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് വിഷയം. ഇനിയും 4 സീറ്റുകളിലെ പ്രഖ്യാപനം വരാനിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇപ്പോൾ ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. ആദ്യഘട്ടത്തിൽ 12 പേരുകൾ വന്നപ്പോൾ പക്ഷേ കാസർഗോഡ് പ്രശ്നങ്ങളുണ്ടാകുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് അപ്രതീക്ഷിതമായി അവിടെ വരുമ്പോൾ അവിടെ സുബ്രായുടെ ഭാഗത്തു നിന്ന് ചില വിയോജിപ്പുകൾ ഉണ്ടാകുന്നു, പ്രാദേശികമായ എതിർപ്പുകൾ ഉണ്ടാകുന്നു. KV തോമസിന്റെ ഭാഗത്തു നിന്ന് അതൃപ്തി പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. അതിനെ എങ്ങനെ കാണണം? നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. കൊച്ചു ഒരു അഭിപ്രായ വ്യത്യാസമെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ചില സ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. അത് അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഈ 4 നിയോജകമണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. KV തോമസിനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവിന്റെ അനുഭവ സമ്പത്തൊക്കെ ഉപയോഗിക്കുമെന്നുള്ളത്, അതായത് അദ്ദേഹത്തെ UDF കൺവീനർ സ്ഥാനത്ത് കണ്ടാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഞാൻ എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞില്ല. ബട്ട് ഐ വിൽ സേ ദാറ്റ് തോമസ് വിൽ ബി റിച്ച്ലി റിവാർഡഡ്. അതൊക്കെ ഞങ്ങൾ റിവാർഡ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സേവനം പാർട്ടി ഉപയോഗിക്കും. ഇപ്പോഴും ഞാൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഐ ഡോണ്ട് വാണ്ട് ടു റിവീൽ ഇറ്റ്. തോമസിന് അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിയാകണം എന്ന് ആഗ്രഹിച്ചതാണ് ഞാൻ. തോമസിനോട് ആ തരത്തിൽ ഒരു കുറച്ച് ദിവസം മുമ്പേ വരെ ഞാനത് സൂചനയും കൊടുത്തിരുന്നു. തോമസ്, യു ആർ ഗോയിങ് ടു ബി റിപ്പീറ്റഡ്. എല്ലാ നേതാക്കന്മാരും തന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നീടുണ്ടായ ചില സംഭവവികാസങ്ങൾ, ആ സംഭവവികാസം ഏറ്റവും പ്രധാനപ്പെട്ടത് CPM നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ വരുമ്പോൾ തോമസ് വിജയിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അല്പം വിയർപ്പം പൊടിയേണ്ടി വരും. വടകരയുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. വടകരയിൽ ഇപ്പോൾ RMP നിരുപാധികമായിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന വലിയൊരു ആവശ്യം മുല്ലപ്പള്ളി തന്നെ വന്നാൽ ഇത്തവണ ജയിക്കാമെന്നുള്ളതാണ്. ഇനിയൊരു പുനർവിചിന്തനം അക്കാര്യത്തിലുണ്ടാകുമോ? ഞാൻ സാധാരണ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആലോചിച്ചിട്ട് എടുക്കാറുള്ളൂ. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഞാൻ മാറ്റാറില്ല. വടകരയിൽ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഉണ്ട് അവിടെ. നിങ്ങളുടെ വടകരയിലൊന്ന് പോകണം. നിങ്ങൾ പോയിട്ട് വടകരയുടെ ഉൾത്തുടിപ്പ് മനസ്സിലാക്കണം. അവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വടകര തയ്യാറെടുത്തിരിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എല്ലാ ആശംസകളും. താങ്ക് യു. ഏതായാലും ശ്രീ മുല്ലപ്പള്ളി വ്യക്തമാക്കുന്നത് താൻ മത്സരിക്കാനില്ലെങ്കിൽ കൂടിയും തന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലനം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഡൽഹിയിൽ നിന്നും ക്യാമറാമാൻ KP ധനേഷിനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി M. ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് R. കിരൺ ബാബുവും ചേരും. മറ്റുള്ളവരെ ഞങ്ങൾ വിവിധയിടങ്ങളിലായിട്ട് മറ്റു രാഷ്ട്രീയ നിരീക്ഷകരെയും മറ്റും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ഉണ്ണി, ഇന്നെങ്കിലും ഈ 4 സീറ്റുകളിലെ അന്തിമമായുള്ളൊരു തീരുമാനം ഉണ്ടാകുമോ? അത് സംബന്ധിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്താണ് പറയുന്നത്? എവിടങ്ങളിലൊക്കെയാണ് ഇപ്പോഴും പ്രയാസങ്ങൾ നേരിടുന്നത്? സനീഷ്, മുല്ലപ്പള്ളി പറയുന്നത് ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ്. അക്കാര്യം നമ്മളോട് അധികം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം വയനാട് മണ്ഡലത്തിൽ ഒറ്റ പേരിലേക്ക് എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. തർക്കം മുറുകുന്ന സാഹചര്യത്തിൽ വയനാട് തീരുമാനം ഹൈക്കമാൻഡിന് വിടുകയാണ്. ഹൈക്കമാൻഡിന് വിടാനായുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് നേതാക്കൾ. ഉമ്മൻചാണ്ടി ഇന്ന് ഡൽഹിയിലെത്തിയതിനു ശേഷം അദ്ദേഹവുമായി ചർച്ച നടത്തി തീരുമാനത്തിലെത്താൻ കഴിയുമെന്നാണ് ഇന്നലെ മുല്ലപ്പള്ളി പറഞ്ഞിരുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി ഇതുവരെയും ചർച്ചകൾക്കായി എത്തിയിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സുനേഹരി ബാഗിലെ വീട്ടിലാണ്. ഇവിടെയാണെങ്കിൽ മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും തമ്മിലാണ് ചർച്ച നടത്തുന്നത്. ഇവിടത്തേക്ക് ഉമ്മൻചാണ്ടി വന്നിട്ടില്ല. ഈ ചർച്ചയ്ക്ക് ശേഷം ഇവർ ഉമ്മൻചാണ്ടിയെ കാണുമോ എന്നതിൽ വ്യക്തതയില്ല. കാരണം ആന്ധ്രയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തിരക്കിലാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം ഡൽഹിയിലെത്തിയെങ്കിലും അദ്ദേഹം ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. T. സിദ്ദിഖിന്റെ പേര് തന്നെ വയനാട് വേണമെന്നുള്ളതിൽ A ഗ്രൂപ്പ് T. സിദ്ദിഖിന് വേണ്ടി വലിയ അവകാശവാദം തന്നെ ഉന്നയിക്കുന്നു. T. സിദ്ദിഖിന് വിജയസാധ്യതയുള്ള മണ്ഡലം നൽകണമെന്ന ആവശ്യം തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുന്നതാണ്. ഇത് തന്നെയാണ് ഒരു സീറ്റിൽ വയനാട് എത്താൻ കഴിയാത്തതിന് കാരണം. ഇതോടുകൂടിയാണ് തീരുമാനം ഹൈക്കമാൻഡിന് വിടാനും ഒരു പാനൽ തയ്യാറാക്കിക്കൊണ്ട് ഹൈക്കമാൻഡിന്റെ പരിഗണനയ്ക്കായി ഈ പേരുകൾ സമർപ്പിക്കാനുമുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത്. ഇന്നലെയും ഇന്നുമായി നടന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷവും ഈ തീരുമാനത്തിലെത്താൻ കഴിയാത്തതിന് കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ A ഗ്രൂപ്പിന്റെ വലിയ വടംവലിയാണ്. ഇതോടുകൂടി ഈ സീറ്റിലേക്ക് സമർപ്പിക്കാൻ പോകുന്ന പാനലിൽ ഉൾപ്പെടുന്ന പേരുകൾ T. സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ, VV പ്രകാശ്, KP അബ്ദുൾ മജീദ് എന്നിവരുടേതാണ്. ഈ പേരുകൾ അടങ്ങുന്ന 4 പേരുകൾ അടങ്ങുന്ന പട്ടികയായിരിക്കും സമർപ്പിക്കുക ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തിനായി. ഷാനിമോൾ ഉസ്മാന്റെ പേര് ആലപ്പുഴയിൽ പരിഗണിച്ചിരുന്നെങ്കിലും I ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത് അവരെ വയനാട്ടിലേക്ക് പരിഗണിക്കണമെന്നുള്ളതാണ്. KP അബ്ദുൾ മജീദ്
റഷീദും ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരുമുള്ളത്. വി പ്രകാശ് സമവായ സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ്. അദ്ദേഹം എ ഗ്രൂപ്പാണ് യഥാർത്ഥത്തിലെങ്കിലും ഐ ഗ്രൂപ്പിന്റെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഡൽഹിയിലെത്തി രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി രാവിലെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വി പ്രകാശിന്റെ പേര്. ഇനി ഒരു അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധി തന്നെ കൈക്കൊള്ളും വയനാടിന്റെ കാര്യത്തിൽ ഈ പട്ടികയിൽ നിന്നും ആര് വേണം എന്നത് സംബന്ധിച്ച്. അതേസമയം വടകരയുടെ കാര്യത്തിൽ പുതിയ 2 പേരുകൾ ഉയർന്നു വരികയാണ്. വിദ്യാ ബാലകൃഷ്ണന്റെ പേര് പരിഗണിച്ചിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമിതി യോഗം. എന്നാൽ വിദ്യയ്ക്ക് പി ജയരാജനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ വന്നു. ഈ സാഹചര്യത്തിൽ പുറത്തുവരുന്ന 2 പരിഗണനയിലുള്ള പേരുകൾ സജീവ് മാറോളി, പ്രവീൺ കുമാർ എന്നിവരുടേതാണ്. പ്രവീൺ കുമാർ കെ മുരളീധരനുമായി അടുപ്പമുള്ള നേതാവാണ്. സജീവ് മാറോളി നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്കെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ നേതാവ്, യുവ നേതാവ് കൂടിയാണ്. ഈ രീതിയിലുള്ള ആൾക്കാരെ പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളും വടകരയിലുള്ള ഇക്വേഷൻസ് ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അവരെ മത്സരിപ്പിക്കാമെന്ന ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നത്. വിദ്യാ ബാലകൃഷ്ണൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പല അനുകൂല ഘടകങ്ങൾ ആദ്യഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ മുതിർന്ന നേതാക്കൾ അവരുടെ പേര് തഴയുക തന്നെയാണ് ചെയ്തത്. ഇതിനുശേഷമാണ് സജീവ് മാറോളിയുടെയും പ്രവീൺ കുമാറിന്റെയും പേരുകൾ പരിഗണിക്കുന്നത്. അതേസമയം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന്റെ പേര് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആലപ്പുഴയിൽ വയനാടിനനുസരിച്ചായിരിക്കും ഷാനിമോൾ മത്സരിക്കുമോ ഇല്ലയോ എന്നതിലെ തീരുമാനം. ഇനി ഷാനിമോളിന് വയനാട് നൽകുകയാണെങ്കിൽ ടി സിദ്ദിഖിന് ആലപ്പുഴ നൽകും. മറിച്ചാണെങ്കിൽ ഷാനിമോൾ ആലപ്പുഴയിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. സനീഷ്, ഞാൻ തിരിച്ചു വരാം ഉണ്ണി താങ്കളിലേക്ക്. ഇപ്പോൾ ആർ കിരൺ ബാബു തിരുവനന്തപുരത്ത് ചേരുന്നു. കിരൺ ബാബു, ഇപ്പോഴും ഈ പ്രതിസന്ധികളുടെ കേന്ദ്ര മണ്ഡലം വയനാടാണ്. അവിടെ AI ഗ്രൂപ്പുകൾ ടി സിദ്ദിഖും ഷാനിമോൾ ഉസ്മാനുമായി വലിയ പോരാട്ടത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ഏതെങ്കിലും ഒരു വിഭാഗം പിൻവാങ്ങി അവിടെ ഒരു സമവായം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഒപ്പം ഈ സമവായ സ്ഥാനാർത്ഥി നിലക്ക് 2 പേരെയും 2 ഇടങ്ങളിലേക്ക് മാറ്റി അവിടെ വി പ്രകാശിനെ കൊണ്ടുവരിക എന്ന ഫോർമുല വിജയിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ടാകും? സനീഷ്, ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തുടക്കത്തിൽ IA ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു വലിയ തർക്കം ഉണ്ടായിരുന്നില്ല. ഏകദേശം 2 പേരും ചർച്ചകളിലൂടെ പരിഹരിച്ചു പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന മട്ടിലായിരുന്നു പോയിരുന്നത്. അന്ന് പ്രധാനമായി ഉയർന്നത് ജോസഫ് വാഴയ്ക്കിന് വേണ്ടി ഇടുക്കി സീറ്റ് നൽകുകയാണെങ്കിൽ വയനാട് സീറ്റ് സിദ്ദിഖിന് വേണ്ടി വിട്ടു നൽകണമെന്ന് A ഗ്രൂപ്പ് ഉറച്ച നിലപാടെടുത്തു. ആ സമയത്താണ് I ഗ്രൂപ്പ് മറിച്ചൊരു വാദം വെച്ചത്. അങ്ങനെ ഒരു സീറ്റ് വിട്ടുതരികയാണെങ്കിൽ ഇടുക്കി സീറ്റ് I ഗ്രൂപ്പിന് വേണ്ടി വിട്ടു നൽകണമെന്ന്. എന്നാൽ I ഗ്രൂപ്പിൽ അപ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ് ഇതിൽ പിന്തുണ. I ഗ്രൂപ്പിലെ മറ്റ് നേതാക്കൾ I ഗ്രൂപ്പ് A ഗ്രൂപ്പിനെ പോലെ പെട്ടെന്ന് ഒരു നേതാവിന് ഉമ്മൻചാണ്ടിക്ക് 1-2 പേർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പല്ല. അതൊരു വിശാല I ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ എതിർപ്പുകൾ ശക്തമായിരുന്നു. എന്നാൽ അവസാന നിമിഷം അത്ര ഒരു വലിയ തർക്കത്തിലേക്ക് പോകേണ്ടതില്ല, തൽക്കാലം അത് പോട്ടെ, വാഴക്കനെ പോലെ ഒരാൾക്ക് വേണ്ടി സീറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന മട്ടിലായിരുന്നു. പക്ഷേ ഇടുക്കി സീറ്റ് വിട്ടു നൽകാൻ ഉമ്മൻചാണ്ടി ഒരു തരത്തിലും തയ്യാറായില്ല. ഉമ്മൻചാണ്ടി ഒറ്റ നിലപാടാണ് തുടക്കം മുതൽ എടുത്തിരിക്കുന്നത്. വയനാട് സീറ്റ് ടി സിദ്ദിഖിന് വേണം. ടി സിദ്ദിഖിനെ മറ്റെവിടെയും പരിഗണിക്കേണ്ടതില്ല. സിദ്ദിഖിന്റെ പേര് വടകരയിലടക്കം പരിഗണിക്കാൻ തയ്യാറാണെന്ന കാര്യത്തിൽ പല ഫോർമുലകൾ മാറിയും തിരിഞ്ഞും വന്നിരുന്നു. ഒരു ഫോർമുലയിലും ഉമ്മൻചാണ്ടി എടുത്ത ഒറ്റ നിലപാട് സിദ്ദിഖിന് തന്നെ വയനാട് സീറ്റ് കാണും. ഇപ്പോൾ I ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു വിട്ടുവീഴ്ച വേണ്ട. അത്രത്തോളം വാശിയുള്ള ഒരു A ഗ്രൂപ്പ് വാശിയെടുത്താൽ അത്ര ഒരു I ഗ്രൂപ്പിന്റെ പേരിൽ ഏതെങ്കിലും I ഗ്രൂപ്പിന്റെ സീറ്റുകൾ കാലാകാലങ്ങൾ കവർന്നെടുക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം I ഗ്രൂപ്പിന്റെ സീറ്റുകളാണ് വിട്ടുകൊടുക്കേണ്ടി വന്നത്. അങ്ങനെ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് I ഗ്രൂപ്പ് നിൽക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കും ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ I ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വയനാട് സീറ്റിന്റെ വിഷയത്തിൽ നേരെ ഇത് ഹൈക്കമാൻഡ് കോർട്ടിലേക്ക് തട്ടിയിടുന്നത്. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ സ്വാഭാവികമായും 2 പേർക്കും ഇത് അംഗീകരിക്കേണ്ടി വരും. ഹൈക്കമാൻഡ് തീരുമാനം വയനാട് മാത്രം എടുക്കുമ്പോൾ തന്നെ വയനാട് സീറ്റിനെ ആശ്രയിച്ചാണ് ആലപ്പുഴ സീറ്റിൽ ആര് മത്സരിക്കണം എന്നതിനെ തീരുമാനിക്കേണ്ടത്. വയനാട് സീറ്റിൽ I ഗ്രൂപ്പ് പ്രധാനമായും ഒന്നാമതായി മുന്നോട്ട് വെക്കുന്ന പേര് ഷാനിമോൾ ഉസ്മാന്റെ പേര് തന്നെയാണ്. ഷാനിമോൾ ഉസ്മാനെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഷാനിമോൾ ഉസ്മാൻ അനുകൂലമായ ചില വികാരമുണ്ട്. കഴിഞ്ഞ ഷാനിമോൾ ഉസ്മാൻ ഒരു പ്രധാനപ്പെട്ട ദേശീയ നേതാവ് കൂടിയാണ്. കേരളത്തിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. ഹൈക്കമാൻഡ് കഴിഞ്ഞ തവണയെല്ലാം സീറ്റ് നൽകിയത് വിജയസാധ്യത തീരെ ഇല്ലാത്ത സീറ്റുകളാണ്. ഇക്കുറി വിജയസാധ്യതയുള്ള ഒരു സീറ്റ് നൽകണം എന്നുള്ളൊരു വികാരം അവർക്കുമുണ്ട്. എന്നാൽ ഷാനിമോൾ ഉസ്മാനെ ഒരു കാരണവശാലും അവിടെ അനുവദിക്കില്ല. ടി സിദ്ദിഖിനെ തന്നെ വേണം എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിന്നപ്പോഴാണ് വി പ്രകാശിന്റെ അടക്കം പേര് വന്നത്. വി പ്രകാശ് 2 ഗ്രൂപ്പിലും പെടുന്ന നേതാവല്ല, AK ആന്റണിയുടെ പിന്തുണയുള്ള നേതാവാണ്. കഴിഞ്ഞ നിമിഷം കിരൺ ബാബു, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ NP ചേക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം കൂടെ നമ്മോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ NP ചേക്കുട്ടി, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ണി ഒരു കാര്യം കൂടെ, ഹൈക്കമാൻഡിന്റെ ഇതായിരിക്കുമല്ലോ അവസാനത്തെ വാക്ക് ഇക്കാര്യത്തിൽ. അത് ഇനിയും വൈകാതെ ഇന്നെങ്കിലും അത് അക്കാര്യം പ്രഖ്യാപിക്കേണ്ടതായി വരികയും ചെയ്യും. ഈ ഷാനിമോൾ ഉസ്മാൻ വനിതാ പ്രാതിനിധ്യം, ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളയാൾ എന്നൊക്കെയുള്ള പരിഗണനകൾ വെക്കുകയാണെങ്കിൽ അതിലേക്കായിരിക്കുകയില്ലേ, അവരുടെ പേരിലേക്കായിരിക്കുകയില്ലേ ഹൈക്കമാൻഡിന് കൂടുതൽ താല്പര്യമുണ്ടാവുക? രാഹുൽ ഗാന്ധിയാണ് അന്തിമമായ തീരുമാനമെടുക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ, ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ച് വിജയസാധ്യത കൂടെ നോക്കി അതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? വി പ്രകാശ് വരിക എന്നത്
ഈ രണ്ട് പക്ഷവും അംഗീകരിക്കുന്ന കാര്യമായിരിക്കുമോ? ടി സിദ്ദീഖിനെ വയനാട്ടിൽ തന്നെ വേണം എന്ന നിലപാടിൽ നിന്ന് ഉമ്മൻചാണ്ടി ഒരു ഇഞ്ച് വിട്ടുവീഴ്ച ചെയ്യുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കെ വി പ്രകാശ് മൂന്നാമതൊരാൾ വരുന്നത് ഏത് വിധത്തിലായിരിക്കും സ്വീകരിക്കപ്പെടുക? സരീഷ്, അതായത് എ ഗ്രൂപ്പ് ഇപ്പോഴും പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ടി സിദ്ദീഖ് തന്നെ വരുമെന്ന കാര്യത്തിലാണ്. പക്ഷേ അത് എ ഗ്രൂപ്പിന്റെ മാത്രം പ്രതീക്ഷയും അവരുടെ വടംവലിയുടെ അവർ പ്രതീക്ഷിക്കുന്ന കാര്യവും മാത്രമാണ്. എന്നാൽ മറ്റ് ഗ്രൂപ്പുകൾ, ഐ ഗ്രൂപ്പ് വളരെ ശക്തമായി പറയുന്നത് അത് സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് വി പ്രകാശിനെ വേണമെങ്കിൽ അവർ പിന്തുണയ്ക്കാം സിദ്ദീഖിന് പകരമായി എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. വി പ്രകാശിനെ അവിടെ മത്സരിപ്പിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ടി സിദ്ദീഖിനെ എവിടെ മത്സരിപ്പിക്കുമെന്ന കാര്യമുണ്ട്. ടി സിദ്ദീഖിനെ വടകരയിലേക്ക് കൊണ്ടുവരുമോ, അല്ല വടകരയിൽ നേരത്തെ പറഞ്ഞതുപോലെ മലബാർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും തലശ്ശേരിയിൽ നിന്നുള്ള ഈഴവ സമുദായത്തിൽ നിന്നുള്ള അംഗവുമായ സജീവ് മാറോയുടെ പേര് പരിഗണിക്കുമോ തുടങ്ങിയ ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ടി സിദ്ദീഖ് പറയുന്നത് വയനാടല്ലാതെ മറ്റൊരു മണ്ഡലത്തിൽ താൻ മത്സരിക്കാനില്ല എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പും വളരെ ശക്തമായി അവകാശവാദം ഉന്നയിക്കുന്ന ടി സിദ്ദീഖിന്റെ പേര് പൂർണ്ണമായും മത്സരരംഗത്ത് നിന്ന് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ശ്രീ എൻ പി ചെക്കുട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ശ്രീ ടി ജെ ശ്രീലാൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീലാലിലേക്ക് പോയതിനു ശേഷം ഞാൻ ശ്രീ എൻ പി ചെക്കുട്ടിയിലേക്ക് വരും. ശ്രീലാൽ, എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ഹൈക്കമാൻഡ് ഇന്ന് തന്നെ, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇന്ന് തന്നെ തീരുമാനങ്ങളിലെത്താൻ എത്രത്തോളം സാധ്യതയുണ്ട്? ഒടുവിൽ എന്താണ് ഉണ്ടാവുക? സനീഷ്, ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഇപ്പോഴത്തെ ചോദ്യം വയനാട് തന്നെയാണ്. വയനാട്ടിൽ ആര് വേണം എന്നുള്ളതാണ് ചോദ്യം. വയനാടും വടകരയുമാണ് ഏറ്റവും അധികം തമ്മിൽ തർക്കമായി നിലനിൽക്കുന്നത് ഇപ്പോൾ. അതായത് വയനാട്ടിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം, അതുകൊണ്ട് തന്നെ അവിടെ ജയസാധ്യത ഒരു വിഷയമല്ല. പക്ഷേ വടകരയിൽ വലിയൊരു പോരാട്ടം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണയുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളതാണ് ആവശ്യം. അങ്ങനെ വരുമ്പോൾ സിദ്ദീഖിനെ വടകരയിലേക്ക് മാറ്റണം എന്നൊരു നിർദ്ദേശം ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ വന്നിരുന്നു. അപ്പോഴാണ് സിദ്ദീഖ് വടകരയിൽ മത്സരിക്കില്ല, വയനാട്ടിൽ അല്ലെങ്കിൽ മറ്റിടത്ത് മത്സരിക്കാനില്ല എന്ന് സിദ്ദീഖ് വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് സിദ്ദീഖിനെ വടകരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ്. അങ്ങനെയെങ്കിൽ വി പ്രകാശിനായിരിക്കും ഒരു പക്ഷേ വയനാട് ലഭിക്കുക. അക്കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ പിന്നീട് ആണ് ആലപ്പുഴയുടെയും ആറ്റിങ്ങലിന്റെയും കാര്യത്തിൽ വരിക. ഷാനിമോളെ ആലപ്പുഴയിലേക്ക് തന്നെയാകും പരിഗണിക്കാൻ പോകുന്നത്. അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിലേക്കും പരിഗണിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും. ഇന്ന് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസിലെ വൃത്തങ്ങളും ഹൈക്കമാൻഡിലെ വൃത്തങ്ങളും നൽകുന്നത്. അതുകൊണ്ടൊപ്പം തന്നെ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ ആലോചിക്കുന്നില്ല, താല്പര്യമില്ല. എത്രയും വേഗം തീരുമാനമുണ്ടാകണം. ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പുകളെല്ലാം അംഗീകരിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണുള്ളത്. അതിനോടൊപ്പം തന്നെ ഇനിയും ഉമ്മൻചാണ്ടിക്ക് സിദ്ദീഖിന് വേണ്ടി വയനാട് പിടിച്ച് കടുത്ത നിലപാട് സ്വീകരിച്ച് നിലനിൽക്കാൻ സാധിക്കുകയില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനം ഹൈക്കമാൻഡ് അംഗീകരിച്ചു. ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായി, ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി ഉമ്മൻചാണ്ടിയെ കേരളത്തിൽ നിന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ മത്സരിക്കാനില്ല എന്ന് ഉമ്മൻചാണ്ടി നിലപാടെടുത്തു. ആ നിലപാട് ഹൈക്കമാൻഡ് അംഗീകരിച്ചു. ഇങ്ങനെ എല്ലാ നിലപാടുകളും അംഗീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ടി സിദ്ദീഖിന് ഒടുവിൽ വടകരയിലേക്ക് മാറേണ്ടി വരും എന്നുള്ള സൂചനകൾ തന്നെയാണുള്ളത്. വി പ്രകാശിന് AK ആന്റണിയും വി പ്രകാശിന്റെ പേരിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ മാറേണ്ടി വന്നത് AK ആന്റണിയുടെ നിലപാടെടുത്തത് കൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഇത്തവണ വി പ്രകാശിന് അങ്ങനെ ഒരു അവസരം നൽകണം എന്നുള്ള നിലപാട് AK ആന്റണിക്കുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ വി പ്രകാശിലേക്ക് തന്നെയാണ് വയനാട്ടിൽ സാധ്യതകൾ ഏറുന്നത്. സിദ്ദീഖിനെ വടകരയിലേക്ക് മാറ്റിക്കൊണ്ട് മലബാറിലെ പ്രശ്നം പരിഹരിക്കും. താഴേക്ക് വരുമ്പോൾ, തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ആലപ്പുഴയും ആറ്റിങ്ങലും, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനെയും ആറ്റിങ്ങലിലേക്ക് അടൂർ പ്രകാശിനെയും കൊണ്ടുവന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇരുന്നു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഈ കാര്യത്തിൽ തീരുമാനവും ഉണ്ടാകും. അതാണ്. നന്ദി ശ്രീലാൽ. ഞാൻ തിരിച്ചു വരാം. 3 പേരിലേക്കും കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ലഭിക്കുന്ന മുറക്ക് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ NP ചേക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നു. ശ്രീ ചേക്കുട്ടി, ഈ എത്രത്തോളം അസ്വാഭാവികതയുണ്ട് ഇതിൽ എന്ന ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും അത് കാര്യമുള്ളതല്ല. എല്ലായ്പ്പോഴും കോൺഗ്രസിനകത്ത് ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. സാധാരണഗതിയിൽ നിന്ന് വിഭിന്നമായിട്ട് ഇത്തവണ കുറെ കൂടെ വേഗത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ മറ്റുള്ളിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 4 സീറ്റുകളിൽ ഇങ്ങനെ കീറാമുട്ടിയായി തുടരുന്നത് അവരെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ? ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണോ? ഗ്രൂപ്പ് സമവാക്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, മണ്ഡലത്തിൽ ഈ മത്സരത്തിൽ പോരാട്ട വേദിയിലേക്ക് വരുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമായിരിക്കുമോ ഇത്?
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ ഇന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ വലിയ പരുക്കൊന്നുമില്ലാതെ തന്നെ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളെ നേരിടാൻ കഴിയും. കാരണം വളരെ അധികം വൈകിയിട്ടില്ല. താരതമ്യേന നേരത്തെ തന്നെയാണ് സീറ്റ് നിർണയം വരുന്നത്. കോൺഗ്രസിന്റെ പാരമ്പര്യം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര നേരത്തെ അങ്ങനെ സീറ്റ് നിർണയം പതിവില്ലാത്തതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വളരെയേറെ ഗൗരവത്തോടു കൂടി കാണുന്നത്, പ്രത്യേകിച്ച് വടകര പോലെയുള്ള മണ്ഡലങ്ങൾ കാണുന്നത്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്ന CPM-ന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ആളായിരിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. വയനാട്ടിൻ്റെയും വടകരയുടെയും പേരിലുള്ള ഈ തർക്കങ്ങളിലൂടെ ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങൾക്ക് കോൺഗ്രസ് നൽകുന്ന ഒരു സന്ദേശം, ഞങ്ങൾക്ക് ജനങ്ങളുടെ വിഷയങ്ങളല്ല പ്രധാനം, മറിച്ച് ഗ്രൂപ്പ് താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങളുമാണ് എന്നുള്ളൊരു ധാരണ പതുക്കെയാണെങ്കിലും പടർന്നു വരുന്നുണ്ട്. ഇന്ന് അവരുടെ മണ്ഡലം കൺവെൻഷൻ വെച്ചിരുന്നതാണ്. അത് മാറ്റിവെക്കുന്നത് പോലെയുള്ള നടപടികൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സന്ദേശമാണ് ജനങ്ങളിലേക്ക് നൽകുന്നത്. പക്ഷേ ഇന്നത് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. എനിക്ക് തോന്നുന്നത് സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം, സിദ്ദീഖ് കോഴിക്കോട് DCCയുടെ പ്രസിഡന്റാണ്. ആ കോഴിക്കോട് DCCയിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഏറ്റവും കരുത്തനായിട്ടുള്ള യുവ നേതാവുമാണ് അദ്ദേഹം. വടകരയെ പോലൊരു മണ്ഡലത്തിൽ, കോഴിക്കോട് ജില്ലയിലാണ് 5 മണ്ഡലങ്ങൾ അതിനകത്തുള്ളത്, അസംബ്ലി മണ്ഡലങ്ങൾ. അവിടെ സിദ്ദീഖ് മത്സരിക്കുന്നത് വഴി ജയരാജനെതിരായിട്ട് ഒരു കടുത്ത വെല്ലുവിളി ഉയർത്താൻ അദ്ദേഹത്തിന് കഴിയും. അതിന് പകരം വളരെ എളുപ്പമുള്ള, താരതമ്യേന വളരെ വലിയ മത്സരത്തിന് വലിയൊരു എഫർട്ടൊന്നും വേണ്ടാത്ത വയനാട്ടിൽ പോയി മത്സരിക്കുന്നത് വഴി രാഷ്ട്രീയമായിട്ടൊരു ചാലഞ്ചിൽ നിന്ന് സിദ്ദീഖ് ഒളിച്ചോടുകയാണ് എന്നൊരു സന്ദേശം കൂടി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഒരു യുവ നേതാവിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കരുത്തുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ജയരാജനെ പോലെ ഒരാളെ നേരിടുന്നതിന് പകരം വളരെ എളുപ്പമുള്ള സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യില്ല എന്നൊരു തോന്നലുണ്ട്. കാരണം വടകരയിൽ എന്ത് സംഭവിക്കുന്നു, വടകരയിൽ ആരാണ് ജയരാജനെ നേരിടുക എന്നുള്ളതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവ് മാറി നിൽക്കുകയാണെങ്കിൽ അത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നു. കാരണം ഭാവി രാഷ്ട്രീയത്തിൽ, സിദ്ദീഖിന്റെ ഭാവി രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത് ഈ ഒരു ജയൻ സ്ലെയർ, ഈ ഒരു വലിയ ശക്തനെ വീഴ്ത്തിയ ഒരാൾ എന്ന നിലയിൽ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് അവർ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ജനങ്ങൾക്കിടയിൽ ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച അത് തന്നെയാണ്. ശ്രീ NP ചേക്കുട്ടി, പക്ഷെ അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെയും വടകരയിൽ വലിയ പോരാട്ടത്തിനൊരുങ്ങണം എന്നൊക്കെ രാഷ്ട്രീയമായിട്ട് പറയാമെങ്കിൽ തന്നെയും അതായിരിക്കും ശരി, രാഷ്ട്രീയമായിട്ടുള്ള ശരി അത് തന്നെയാണ് എങ്കിൽ തന്നെയും വയനാട് പോലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ഇനിയുള്ള വർഷങ്ങളിലും അവർക്ക് തന്നെ കൈവശം വെക്കാവുന്ന ഒരു മണ്ഡലം, കോൺഗ്രസിൽ ഗ്രൂപ്പ് എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ. ആ മണ്ഡലം ഇപ്പോൾ കൈവിട്ട് കൊടുത്താൽ ഇനി കുറേ കാലത്തേക്ക് അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഈ ഗ്രൂപ്പ് മാനേജർമാരെ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലെ ഗ്രൂപ്പ് നേതൃത്വത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമായി ആലോചനയിൽ വരികയില്ലേ? സിദ്ദീഖ് അല്ല അവിടെ ഷാനിമോൾ ഉസ്മാൻ വന്ന് മത്സരിക്കുകയാണെങ്കിൽ, ജയിക്കുകയാണെങ്കിൽ പിന്നീട് കുറേ കാലത്തേക്ക് ആ ഗ്രൂപ്പിൻ്റെതായിരിക്കും ആ മണ്ഡലം. ഇത്തരം കാര്യങ്ങൾ കൂടെ പരിഗണിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് സിദ്ദീഖിലൂടെ അത് പിടിച്ചെടുക്കണം. സിദ്ദീഖാണെങ്കിൽ കുറേ വർഷത്തേക്ക് അത് കൊണ്ടുപോയിക്കൊള്ളും, വിജയസാധ്യതയുള്ള മണ്ഡലമാണ് എന്ന വളരെ സാധാരണമായ രാഷ്ട്രീയ ചിന്ത കൂടെ അതിനകത്തുണ്ടായിരിക്കുകയില്ലേ? അല്ല, വയനാട് മണ്ഡലം യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ കൊടുത്തിരിക്കുന്നത് ഷാനവാസനായിരുന്നു. ഷാനവാസ് കോൺഗ്രസിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കരുണാകരൻ ഗ്രൂപ്പുമായിട്ട് യോജിച്ചു നിന്നൊരു നേതാവാണ്. ആ കരുണാകരൻ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ കൈവശം വെച്ച് വന്നിരുന്നൊരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. അപ്പോൾ സിദ്ദീഖിനെ പോലുള്ള ഒരു ഉമ്മൻചാണ്ടിയെ ആശ്രയിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പിന്തുണക്കാരനായിട്ടുള്ള സിദ്ദീഖിന് ആ സീറ്റ് കൊടുക്കണമെന്ന് ഒരു നിർബന്ധ ബുദ്ധി ഉമ്മൻചാണ്ടി കാണിക്കുന്നതിൽ എന്താ സാങ്കത്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സിദ്ദീഖിന് വളരെ സേഫ് ആയിട്ടുള്ള സീറ്റ് കൊടുക്കണം എന്ന അതാണ് അദ്ദേഹത്തിന് ഉദ്ദേശമെങ്കിൽ അതൊരു ശരിയല്ല. കാരണം സിദ്ദീഖിനെ പോലെ ഒരാൾക്ക് കൂടുതൽ ശക്തിയോടുകൂടി, വളരെ കരുത്തോടുകൂടി വടകര മണ്ഡലത്തിൽ മത്സരിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സീറ്റാണത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഉമ്മൻചാണ്ടി പിടിവാശി പിടിക്കുന്നത് രാഷ്ട്രീയമായിട്ട് തന്നെ ആലോചിക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിനും കോൺഗ്രസിനും ഗുണം ചെയ്യാൻ ഇടയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമായിട്ടുള്ള മെച്യൂരിറ്റി ഒന്നും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യില്ല. പക്ഷേ ഈ വടകരയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വയനാടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ എടുക്കുന്നതായിട്ട് പറയപ്പെടുന്ന ഈ അമിതമായിട്ടുള്ള പിടിവാശി യഥാർത്ഥത്തിൽ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യാനിടയില്ല. കോൺഗ്രസിൽ ഐ ഗ്രൂപ്പ് കൈവശം വെച്ചിരിക്കുന്ന ഒരു സീറ്റാണത്. സ്വാഭാവികമായിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരാൾ വന്നാലും അവിടെ ജയിക്കാൻ കഴിയും. അതേസമയത്ത് വടകര പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടാവണമെങ്കിൽ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി വരണം. അതിന് കോഴിക്കോട്ട് ഇന്ന് ഏറ്റവും കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കാണുന്നത് സിദ്ദീഖ് തന്നെയാണ്. അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി പിടിവാശി പിടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഒപ്പം എം ഉണ്ണികൃഷ്ണനും ആർ കിരൺ ബാബുവും തുടരുന്നുണ്ട് നമ്മോടൊപ്പം, അവരിലേക്കും വരാം. 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കോൺഗ്രസിൽ തർക്കം മുറുകുകയാണ്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. വയനാട് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ഐ ഗ്രൂപ്പ് ഉറച്ചു നിൽക്കുകയാണ്. ടി സിദ്ദിഖിന് സീറ്റ് നൽകണമെന്നാണ് എ ഗ്രൂപ്പിന്റെ ആവശ്യം. മലപ്പുറം DCC പ്രസിഡന്റ് BV പ്രകാശിനെ സമവായ സ്ഥാനാർത്ഥിയായി വയനാട്ടിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ടി സിദ്ദിഖ് വടകരയിലും ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിലും മത്സരിക്കും. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയാകും. ഇക്കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത്. ഇന്ന് തന്നെ ഈ കാര്യത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനത്തിലേക്ക് എത്തും എന്നതാണ് അവിടെ നിന്ന് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചന. പക്ഷേ അനിശ്ചിതാവസ്ഥ തുടരുകയുമാണ്. എം ഉണ്ണികൃഷ്ണനും കിരൺ ബാബുവും ചേരുന്നുണ്ട് രണ്ടിടങ്ങളിലായിട്ട്. അതിനു മുമ്പ് ഒരിക്കൽ കൂടെ ശ്രീ NP ചേക്കുട്ടിയിലേക്ക്. ശ്രീ NP ചേക്കുട്ടി, ഇവിടെ ടി സിദ്ദിഖ് അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട്. അവരാണ് അവിടെ വരേണ്ടതെന്ന് ഐ ഗ്രൂപ്പിന് അഭിപ്രായമുണ്ട്. കോൺഗ്രസ് രണ്ടാമത്തെ ഒരു ആളായിട്ട് കാണുന്നവരെയാണ് താനും. ഷാനിമോൾ ഉസ്മാൻ അവിടേക്ക് വരുന്നത് എത്രത്തോളം ഗുണകരമായിരിക്കും? ടി സിദ്ദിഖിന് മേൽ ഷാനിമോൾ ഉസ്മാനാണ് മത്സരിക്കേണ്ടത്. 2 തരത്തിൽ വനിതാ സ്ഥാനാർത്ഥിയാണ്, വനിതാ പ്രാതിനിധ്യം ഉണ്ടാകും, ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായത്തിനകത്തുള്ള നേതാവാണ്. ഈ 2 കാര്യങ്ങളും പരിഗണിച്ചിട്ട് അവിടേക്ക് ടി സിദ്ദിഖിനെ മാറ്റി ഇവർ വരട്ടെ എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു ജനങ്ങളുടെ മൂഡിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലബാർ പ്രദേശത്തുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചും ജനങ്ങളെ ഈ വിഷയങ്ങളെ എങ്ങനെ കാണുന്നതിനെക്കുറിച്ചും വേണ്ട വിധത്തിലുള്ള ഒരു കാഴ്ചപ്പാട് പല നേതാക്കൾക്കും കേന്ദ്രത്തിലുള്ളതായിട്ട് തോന്നുന്നില്ല. ഈവൻ ഉമ്മൻചാണ്ടി പോലും, അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ട് നേതാവാണ്, അദ്ദേഹവും പോലും ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകളിൽ ചില എന്താ പറയുക പാളിച്ചകൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് വളരെ താരതമ്യേന വളരെ പിന്നെ കോൺഗ്രസിന് എളുപ്പത്തിൽ ജയിക്കാവുന്നൊരു സീറ്റാണ്. ആ മണ്ഡലത്തിൽ ഇപ്പോൾ കാസർഗോഡ് പിന്നെ ഷാനിമോൾ ഉസ്മാനെ നിർത്തി അവരവിടെ തോറ്റിരുന്നു. ഇത്തവണ അവരെ വിജയിപ്പിക്കുകയാണെങ്കിൽ അതിനെ വിജയിപ്പിക്കാൻ പറ്റിയൊരു മണ്ഡലം തന്നെയാണ് വയനാട്. കാര്യത്തിൽ യാതൊരു തർക്കമില്ല, അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അപ്പം അത്തരം മണ്ഡലങ്ങളിൽ പിന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ പോലും വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ വടകരയിൽ അങ്ങനെയല്ല. വടകരയിൽ ആ പ്രദേശത്തിൻ്റെ പൾസ് അറിയുന്ന, ആ പ്രദേശത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വലിയ തോതിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള, വലിയ ജനസമ്പർക്കമുള്ള, ദീർഘകാല പാരമ്പര്യമുള്ള ആളുകൾക്ക് തന്നെ ജയരാജനെ പോലുള്ള ഒരാളോട് മത്സരിക്കാൻ കഴിയും. ജയരാജൻ ചെറിയ സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും വലിയ ഓർഗനൈസറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പലതരത്തിലുള്ള മറ്റ് അപഖ്യാതികൾ രാഷ്ട്രീയത്തിലുണ്ട്, കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ കേസുകളുണ്ട്. പക്ഷേ ജയരാജൻ സംഘടനാ സംവിധാനത്തിനകത്ത് വലിയ ശക്തന്മാരാണ്. ഇടതുപക്ഷത്തിന് വളരെ കരുത്തുള്ള മണ്ഡലമാണ്. അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ പിന്നെ കരുത്തുള്ള ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക എന്നുള്ളതാണ് പ്രധാനം. ഈ ഒരു ഇക്വേഷൻ്റെ വ്യത്യാസം, ജനങ്ങൾക്കിടയിലുള്ള തിങ്കിങ്ങിൻ്റെ വ്യത്യാസം, RMP എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഏകപക്ഷീയമായിട്ട് പിന്തുണ കൊടുത്തിരിക്കുന്നത്? അതിന് കാരണം അവിടെ ജയരാജനെ തോൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങൾ കാണുന്നത് കൊണ്ടാണ്. ആ ഒരു അർജ് ജനങ്ങളുടെ ഇടയിൽ, ആ ഒരു വികാരം, കോൺഗ്രസ്സുകാരല്ലാത്ത ആളുകൾക്കിടയിലെ ഒരു വികാരം, ആ ഒരു വികാരം മനസ്സിലാക്കുന്നതിൽ, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിർഭാഗ്യവശാൽ കേരളത്തിലുള്ള പല നേതാക്കളും ഹൈക്കമാൻഡും പരാജയപ്പെടുകയാണെന്നാണ് തോന്നുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. TJ ശ്രീലാൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീലാൽ, ഇവിടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടെ സ്വാഭാവികമായിട്ട് ശക്തിപ്പെട്ടു വരുമല്ലോ. അതായത് അവിടെ P ജയരാജനെ പോലൊരാൾ മത്സരിക്കുന്നു, അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ മണ്ഡലമായിരുന്നു. അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ അങ്ങോട്ട് ഇറക്കേണ്ടുന്ന സാഹചര്യമാണ്. അത് ആവശ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്, അത്രയ്ക്ക് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവർത്തിച്ച് ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. ടി സിദ്ദിഖിനെ പോലെ ഒരാളെ ശ്രീ NP ചേക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങോട്ട് മാറ്റിയിട്ട് വലിയ പോരാട്ടത്തിന് സജ്ജമാണ് എന്ന തോന്നലുണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. താരതമ്യേന പുതുമുഖമായിട്ടുള്ള ആളുകൾ, ഇതുവരെ കേൾക്കാത്ത പേരുകളുള്ള അങ്ങോട്ട് സജസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഹൈക്കമാൻഡ് അതൃപ്തി ഉണ്ടാക്കുന്നതായിരിക്കുകയില്ലേ? നിങ്ങൾ പ്രധാനപ്പെട്ട ആളുകളെ, വിജയിക്കുമെന്ന് പോരാടാൻ ഉറപ്പുള്ള ആളുകളെ, നല്ല ശക്തിയുള്ള നേതാക്കളെ അങ്ങോട്ട് കൊടുക്കണം എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേരാത്തത് എന്തുകൊണ്ടായിരിക്കും? സനീഷ്, ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അന്തിമ ചർച്ചകൾ കഴിഞ്ഞ തവണ കേരളത്തിൻ്റെ വിഷയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി എടുത്തു കഴിഞ്ഞ ശേഷം പുറത്തു വന്ന രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ആകെ 3 സീറ്റുകളുടെ കാര്യത്തിലാണ് തീരുമാനം പിന്നീട് എന്ന കാര്യം ആദ്യം പറഞ്ഞത്. അത് ആറ്റിങ്ങലും ആലപ്പുഴയും ഒപ്പം തന്നെ വയനാടിൻ്റെയും കാര്യത്തിലാണ് പറഞ്ഞത്. പക്ഷേ വടകര കാര്യത്തിൽ അപ്പോൾ പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് വടകരയും
സ്ഥാനാർത്ഥിയെ പിന്നീട് തീരുമാനിക്കുകയുള്ളൂ എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയത്. തുടക്കം മുതൽ തന്നെ വടകരയുടെ കാര്യത്തിൽ സംസ്ഥാന കോൺഗ്രസിന് ഒരു വ്യക്തമായ നിലപാടില്ലായിരുന്നു. ആദ്യം കെ രമയെ പിന്തുണയ്ക്കണം എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തി. പിന്നീട് കെ രമയെ BJP പിന്തുണയ്ക്കുകയാണെങ്കിൽ കോൺഗ്രസും BJP ചേർന്നൊരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ആക്ഷേപം ഉയരും എന്ന് കണ്ടപ്പോൾ പുതിയ പേരുകൾ കൊണ്ടുവന്നു. ആദ്യം അഭിജിത്തിനെ കൊണ്ടുവന്നു, KSUവിൽ നിന്ന് അഭിജിത്തിന്റെ പേര് മുന്നോട്ട് വെച്ചു. അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അവിടേക്ക് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് കൊണ്ടുവന്നത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരായിരുന്നു ഏറ്റവും അവസാനം ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് ആ പേര് വെട്ടി. ഹൈക്കമാൻഡിൽ ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഉള്ളതിൽ അവിടെ KC വേണുഗോപാലുണ്ട്, ഒപ്പം തന്നെ AK ആന്റണിയുണ്ട്, കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്കുണ്ട്, കേരളത്തിന് മുമ്പ് ചുമതലയുണ്ടായിരുന്ന അഹമ്മദ് പട്ടേലും മൊഹസിന കിദ്വായും ഉണ്ട്. ഈ നേതാക്കളെ എല്ലാം തന്നെ എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് സമിതിയിൽ വെച്ചിട്ട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് വെട്ടിപ്പോകുന്നത്. പുതിയ സ്ഥാനാർത്ഥി വരണം എന്നുള്ള നിർദ്ദേശം വന്നു. ഒടുവിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് KPC പ്രസിഡന്റ് തന്നെ എടുത്ത് കാസർഗോഡേക്ക് വെച്ചു. അവിടെയും ഇപ്പോൾ പ്രതിസന്ധി നിലനിൽക്കുന്നു. കാസർഗോഡ് കാര്യങ്ങളെല്ലാം ശുഭമായി പര്യവസാനിച്ചിട്ടില്ല. അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാകുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. വലിയ പൊട്ടിത്തെറികൾ ഒരു പക്ഷേ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ. ഇവിടെ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ, കൊല്ലത്തു നിന്നും ഒരു സ്ഥാനാർത്ഥിയെ കാസർഗോഡ് കൊണ്ടുചെന്നിറക്കിയതിന്റെ ഒരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ വടകരയുടെ കാര്യത്തിൽ തുടക്കം മുതൽ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിനായിരുന്നില്ല. കോൺഗ്രസ് അങ്ങനെ ഒരു വലിയ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വച്ചതുമില്ല. ഇതിനിടയിൽ മറ്റു ചില പേരുകൾ കൂടി ഉയർന്നു വന്നു. ഇങ്ങനെ വലിയ പ്രതിസന്ധി വടകരയിൽ നിൽക്കുമ്പോഴാണ് വടകരയുടെ കാര്യത്തിൽ ഇപ്പോൾ പുതിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. വയനാടും വടകരയും തമ്മിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഈ A ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ കാണുന്നത് വയനാട്ടിൽ ഈ സിദ്ദിഖിന് കിട്ടാതിരിക്കുന്നതിനേക്കാൾ കൂടുതൽ VV പ്രകാശിന്റെ പേര് ശക്തമായി ഉയർന്നു വന്നത് തന്നെയാണ്. മുൻപ് A ഗ്രൂപ്പിലുണ്ടായിരുന്ന വ്യക്തിയാണ് VV പ്രകാശ്. പിന്നീട് A ഗ്രൂപ്പ് നേതൃത്വവുമായി ഇടഞ്ഞു. ഒടുവിൽ അദ്ദേഹം സുധീറിനോടൊപ്പം നിന്നു. സുധീറിനോടും AK ആന്റണിയോടും ഒപ്പമുള്ള ഒരു നേതാവായി പിന്നീട് ഈ VV പ്രകാശ് വിലയിരുത്തപ്പെട്ടു. ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ കൊണ്ടാണ് ഇപ്പോൾ വയനാടിന്റെ കാര്യത്തിൽ ഈ A ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി ഒരു പക്ഷേ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. കാരണം A ഗ്രൂപ്പ് വിട്ടുപോയ ഒരാളെ അവിടെ വെക്കുന്നതിനോട് ഒരു പക്ഷേ ഉമ്മൻചാണ്ടിക്ക് താല്പര്യമുണ്ടാകില്ല. ഇനി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ചേക്കുട്ടി പറഞ്ഞതുപോലെ സിദ്ദിഖിനെ വടകരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ VV പ്രകാശിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ പോലും ഒരു പക്ഷേ അത് I ഗ്രൂപ്പിൽ നിന്നാലും ഏത് ഗ്രൂപ്പിൽ നിന്നാലും മറ്റൊരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളൊരു നിർദ്ദേശം പോലും ഒരു പക്ഷേ A ഗ്രൂപ്പ് വച്ചേക്കാം. ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ അതോ ഹൈക്കമാൻഡ് ഉറച്ച നിലപാടെടുത്തുകൊണ്ട് ഇങ്ങനെ മതി കാര്യങ്ങൾ എന്ന തീരുമാനം എടുക്കുമോ എന്നതാണ് വരുന്ന മണിക്കൂറിൽ നമ്മൾ കാണേണ്ടത്. അതാണ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനം ആയിരിക്കും എടുക്കുക എന്നതാണ് ഈ നിമിഷത്തിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ തർക്കം തങ്ങൾക്ക് പരിഹരിക്കാനാകുന്നതല്ല എന്ന നിലയിലേക്ക് സംസ്ഥാനത്തെ നേതാക്കൾ എന്തായാലും എത്തിച്ചേർന്നിട്ടുണ്ട്. പരസ്പരമുള്ള ആശയവിനിമയങ്ങളിൽ ഏതെങ്കിലും വിട്ടുവീഴ്ച ആരെങ്കിലും നടത്താനുള്ള സാധ്യത ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ്. വയനാട്ടിൽ സിദ്ദിഖ് എന്ന കാര്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാനാവുകയില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ വടകരയിൽ നല്ല ശക്തമായ മത്സരം കൊടുക്കേണ്ടുന്ന രാഷ്ട്രീയ ആവശ്യം കൂടുതലുള്ള വടകരയിൽ പക്ഷേ ഇപ്പോഴും ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചുള്ള ധാരണയിലേക്ക് എത്താൻ കഴിയാതെ നിൽക്കുകയാണ് കോൺഗ്രസ്. ഇന്നുകൂടെ നേരത്തെ ശ്രീ NP ചെക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് രാത്രിക്കകം പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാകുന്ന ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഉയരുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വരും. വടകരയിൽ സജീവ് മാറോളിയും പ്രവീൺ കുമാറുമാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. സജീവ് മാറോളി തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ മത്സരിക്കുകയൊക്കെ ചെയ്ത അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രധാനിയായിട്ടുള്ള ആളാണ്. പ്രവീൺ കുമാർ മുരളീധരൻ്റെ അടുത്ത അനുയായി എന്ന നിലക്ക് കോഴിക്കോട് നല്ല സ്ഥാനമുള്ള നേതാവാണ്. അവരിൽ ആരെങ്കിലും ഒരാൾ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ആ പേരുകൾ ഉയർന്നു വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അതേക്കാൾ മുതിർന്ന നേതാക്കൾ മത്സരത്തിന് വേണം എന്ന ആവശ്യം അവിടെ ഉയരുന്നുമുണ്ട്. പക്ഷേ വയനാട്ടിൽ ഷാനിമോളും സിദ്ദിഖും തമ്മിലുള്ള ആര് വേണമെന്നത് സംബന്ധിച്ച് തീരുമാനിക്കാനാകാത്ത പ്രശ്നമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. VV പ്രകാശിൻ്റെ പേര് സമവായ സ്ഥാനാർത്ഥി എന്ന നിലക്ക് സമവായമായ ഒരു നാമം എന്ന നിലക്ക് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ കൂടെ ചർച്ച നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തിനകം അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെയാണ് എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നു. ഉണ്ണി, ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ താങ്കളോട് പറഞ്ഞത് പ്രകാരം എന്തായാലും വടകരയിലേക്ക് മത്സരിക്കുകയില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് പരസ്യമായി തന്നെയും പറയുന്നുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ താങ്കളോട് സംസാരിച്ചതിൽ ഉള്ള ഇതുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുന്ന ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധയിലുണ്ടല്ലോ. അതായത് അവിടെ എറണാകുളത്ത് നല്ല ശക്തമായ മത്സരമായിരിക്കും. KV തോമസ് വരികയാണെങ്കിൽ വിയർക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്ന ഈ സാഹചര്യത്തിൽ കുറച്ച് പരാജയം അല്ലെങ്കിൽ ഒരല്പം തിരിച്ചടി ഉണ്ടാകുമെന്ന് സമ്മതിക്കുന്നത് പോലുള്ളൊരു ഒരു പ്രസ്താവന KPC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് കണക്കാക്കേണ്ടി വരുമോ? ആ തരത്തിൽ KV തോമസിന് തന്നെയും ബുദ്ധിമുട്ടുണ്ടാകുന്ന പരാമർശങ്ങളിലേക്കാണോ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുമോ?
സനീഷ്, അതായത് മുല്ലപ്പള്ളിയുടെ ആ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് എതിരാളിയുടെ കരുത്ത് തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസ് എന്നുള്ളത് തന്നെയാണ്. പി രാജീവ് എറണാകുളത്ത് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷമാണ് KV തോമസ് മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് KV തോമസിന് കൃത്യമായ സൂചന താൻ നൽകിയിരുന്നു, ഇത്തവണയും മത്സരിക്കേണ്ടി വരും, വീണ്ടും MP സ്ഥാനത്തേക്ക് എത്തുന്നതിന് മത്സരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ. അങ്ങനെ ഉറപ്പ് നൽകിയതിനു ശേഷം സാഹചര്യം പൊടുന്നതിന് മാറുന്നത് പി രാജീവ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ്. അപ്പോൾ അവിടെ KV തോമസ് മത്സരിച്ചാൽ ജയിക്കും, പക്ഷെ വിയർപ്പൊഴുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു റിസ്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിജയം എളുപ്പമാക്കാൻ ഹൈബി ഈഡനെ വെച്ചതെന്നാണ് പറയുന്നത്. മുല്ലപ്പള്ളിയുടെ ആ വാക്കുകളിൽ എതിരാളി വളരെ കരുത്തനാണെന്ന ഒരു സന്ദേശമുണ്ട്. മാത്രമല്ല KV തോമസ് നിന്നാൽ മത്സരിക്കാൻ വലിയ തരത്തിലുള്ള അധ്വാനം വേണ്ടിവരും, എന്നാൽ ഹൈബി വന്നാൽ അതുണ്ടാകില്ല എന്നും വരുന്നു. KV തോമസ് അത്ര കണ്ട് വിജയശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല എന്നതിന്റെ ഒരു ധ്വനി കൂടി അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലുണ്ട്. ഇപ്പോൾ ഇതിനകം തന്നെ KV തോമസ് അനുനയ സ്വരത്തിൽ എത്തിയിട്ടുണ്ട്. അധികം ഇന്നലെ AICCയുടെ ഇടപെടൽ, ഹൈക്കമാൻഡിന്റെ ഇടപെടലിനെ തുടർന്നൊക്കെ അദ്ദേഹം സമവായത്തിന്റെ പാതയിലേക്ക് എത്തുകയും വിമർശനങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെത് കേവലം വൈകാരിക വിക്ഷോഭമാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്ന വാക്കുകളെ അധികം പ്രതികരിക്കാൻ തയ്യാറാകുമോ എന്നത് പ്രധാനപ്പെട്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ വിജയശേഷി കൂടിയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സനീഷ്, ഞാൻ തിരിച്ചു വരാം ഉണ്ണികൃഷ്ണൻ താങ്കളിലേക്ക്. ഇപ്പോൾ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ 4 മണ്ഡലങ്ങളിലേക്ക്, പ്രധാനമായിട്ടും 3 മണ്ഡലങ്ങളിലേക്ക്, പ്രത്യേകിച്ചും വയനാട് കേന്ദ്രമായിട്ട് ഒരു വലിയ പ്രതിസന്ധി, ആ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുണ്ട്. വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുമോ? കോൺഗ്രസിന്റെ കാര്യം എന്ന നിലയ്ക്ക് ഇതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടന്നാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല എന്നായിരിക്കുമോ താങ്കൾ പറയുക? അല്ല, വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന് കേരളത്തിൽ നല്ലൊരു എഡ്ജ് ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ നമ്മൾ പരക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് എഡ്ജ് എന്ന പ്രയോഗം. അത് പക്ഷേ കോൺഗ്രസ് സ്വന്തം ചെയ്തികൾ കൊണ്ട് തന്നെ കളഞ്ഞു കുളിച്ചില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് പോലും കാര്യങ്ങൾ ബോറായി തുടങ്ങി. ഇത്രമാത്രം ഒരു തീരുമാനമെടുക്കുന്നതിൽ ഇത്രയ്ക്ക് അമാന്തിക്കുന്നത് എന്തിനെ? അതിന്റെ അർത്ഥം നേതാക്കൾ പലതട്ടിൽ നിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ നിന്നും കൊണ്ട് ഇതുപോലെ ഒരു ചേരിപ്പോരും കുരുപോരും ഒക്കെ തുടരാനാണ് ഭാവമെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് ജനങ്ങൾ ആലോചിച്ച് തുടങ്ങുന്നുവെങ്കിൽ അത്ഭുതപ്പെടാനില്ല, അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല. ഈ 11th അവറിലൊന്നും അല്ല ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാലം ഈ DCC നേതൃത്വമൊക്കെ, വയനാട്ടിലൊരു ഒഴിവുണ്ട്, MI ഷാനവാസ് മരിച്ച ശേഷം അവിടെ തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ വേണം. എത്രയോ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതുപോലും ഒന്ന് ആലോചിച്ചുറപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അയ്യോ കഷ്ടം എന്നല്ലേ പറയണ്ടു. അതാണ്, അങ്ങനെ പറയേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസ്സുകാരും തിരിച്ചറിയുന്നുണ്ടാകണം. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ NP ചേക്കുട്ടി, ഉണ്ണികൃഷ്ണൻ, R കിരൺ ബാബു, TJ ശ്രീലാൽ വിവരങ്ങൾ നൽകിയതിനും സംസാരിച്ചതിനും. 3 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കോൺഗ്രസിൽ തർക്കം മുറുകുക തന്നെയാണ്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണ്. വയനാട് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ I ഗ്രൂപ്പ് ഉറച്ചു നിൽക്കുക തന്നെയാണ്. എന്നാൽ T സിദ്ദിഖിന് സീറ്റ് നൽകണമെന്ന് A ഗ്രൂപ്പ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശിനെ സമവായ സ്ഥാനാർത്ഥിയായി വയനാട്ടിലേക്ക് പരിഗണിക്കുന്നുമുണ്ട്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെ സ്ഥാനാർത്ഥിയാകും. വടകരയിലേക്ക് സജീവ് മാറോളിയും പ്രവീൺ കുമാറും 2 പേരുകൾ കൂടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുക. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കെങ്കിലും പൂർണ്ണമായിട്ടുള്ള തീരുമാനം, അന്തിമമായിട്ടുള്ള തീരുമാനം വരും എന്നാണ് കോൺഗ്രസിനകത്തുള്ള ആളുകളെങ്കിലും പ്രതീക്ഷിക്കുന്നത്.